Tomorrow all must complete your records before entering the lab. So take your notebooks. Keep the small number in first register. Implement Z pointer. Okay. Keep the small number in first register. Increment Z pointer and decrement first counter. If the counter is not 0, go to step number 5 and continue the increment. First, കോപ്പ് മായ്ച്ചു കളഞ്ഞു. ഇവനിതിന് മാത്രം എന്ത് ചെയ്തു? ഒന്ന് കാണിച്ചേ. സംസാരിച്ചോണ്ടിരുന്ന ഇങ്ങനെ ഒന്ന് കാണിക്കണം. Pointer with the content of Y. Increment Z pointer and decrement second counter. Then click new and select Atmel AVR assembler and save it. Step number 4. Now type the program and save it. Step number 5. To build, click build and then ടീച്ചർ ബോർഡിലേക്ക് തിരിയുമ്പോൾ നീ അവിടെ നോക്കണം. note it down. ശരിയാടി, അവൾ അവനെ തന്നെ നോക്കണം. എന്താടി ഈ ചാര് നിന്നെ വല്ലാതെ നോക്കുന്നുണ്ടല്ലോ. ഒന്നും ഉണ്ടായിരിക്കാം. ഓ അവളെന്നെ നോക്കുന്ന കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാം. റൊമാൻസ് ആണോ? Compare the two numbers. If the first register content is small, നിന്നെ ഞാൻ then go to സമ്മതിച്ചു. step number 10. ഇതുവല്ലോ നടക്കൂ. Double click on AVR Studio 4 icon. വാ തുറന്നങ്ങ് പറയടാ. Ashwin! പെട്ടു. Get out! നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? സൈൻ കിട്ടിയോ? കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആരാ അത്? ആര്യ. എടാ നിനക്ക് റെക്കോർഡ് സൈൻ ചെയ്ത് കിട്ടിയായിരുന്നു. അതിന് റെക്കോർഡ് കംപ്ലീറ്റ് ആയാലേ സൈൻ തരൂ. എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആര്? ചാരല്ലേ? നിനക്കും അറിയോ? ആ ബെസ്റ്റ്. നീ ഇതിപ്പോഴാണ് അറിയണേ. ഈ ഒലിപ്പീര് തുടങ്ങിയിട്ട് കുറേ നാളായി. ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ ഒലിപ്പിക്കുന്ന കാര്യമുണ്ടോ? ലവ് ഒന്നും ആവാൻ വഴിയില്ല. ഒന്ന് അടുത്ത് സംസാരിച്ചു തുടങ്ങി അപ്പം അടിയാ. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡിഫറെൻറ്റാ. എടി, ഈ ലവ് എന്ന് പറയുന്നതേ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാസ്റ്റും കളറും ഒന്നും നോക്കി വരുന്നതല്ല. അവൾക്ക് അവനോട് ഇഷ്ടം തോന്നാൻ എന്തെങ്കിലും ഒരു കാരണം കാണും. എനിക്കെന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പാടാം. ഇത് നല്ല കൂത്ത്. അതിനിപ്പോൾ നിന്റെ സമ്മതം ആരാ ചോദിച്ചേ? അവൾക്ക് അവനോട് ഇഷ്ടമാണെങ്കിൽ അവൾ നോക്കട്ടെടി. അല്ല, നീ എന്തിനാ ഇതോർത്ത് ഇങ്ങനെ ഡെസ്പാവുന്നേ? ഞാനെന്തിനാ ഓർത്ത് ഡെസ്പാവുന്നു? ഞാൻ പോണു.
തെണ്ടികൾ പ്രാക്ടീസാണെന്നും പറഞ്ഞ് ക്ലാസ്സും കെട്ടി നടക്കുക. നീ കോളേജ് പറഞ്ഞ ക്ലാസ് കട്ട് ചെയ്യാനാണോ? എടാ നമ്മൾ PGക്ക് നിർത്ത്. പഠിക്കാനാന്നല്ലേ, പക്ഷെ ഞാൻ വന്നതേ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട്. എവിടെ കിട്ടാൻ? എന്ത്? ഒന്നുമില്ലേ? ഓ അതെ, ഞാൻ ഈ ഇലക്ട്രോണിക്സ് പഠിക്കാൻ വന്നതുണ്ടല്ലോ, TV റേഡിയോ നന്നാക്കാൻ. ഇവിടെ വന്നപ്പോൾ DSP, CPP, ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് നന്നാക്കാൻ? ആ അത് ശരി. ഓ ബെല്ലടിച്ചു. പോയി കിടന്ന് ഉറങ്ങാം. മധുരം മലരായിന്നിലെ മധുര നിമിഷങ്ങൾ തനുവാകി തെന്നൽ പോലെ നീ തലോടും തുലാമഴയിലെ മധുര സംഗീതം ഇനി എന്നും എന്നും നിന്റെ നെഞ്ചിലെ മലരായിന്നിലെ മധുര നിമിഷങ്ങൾ. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇതൊക്കെ നിന്നോട് ഒന്ന് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ കയറി ഇടപെടാറില്ലെന്ന് എനിക്കറിയില്ല. അവൾക്ക് എന്നോട് അങ്ങനെ തോന്നുന്ന ഒരു ചാൻസും ഇല്ല. നിനക്കറിയാലോ, ഞങ്ങൾ തമ്മിൽ കണ്ട അപ്പം അടിയാ. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്. നീ പഠിച്ചിട്ടില്ലേ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ചെയ്തത്? അത് മാഗ്നറ്റ്സ് മാത്രമല്ല, ലവിലും അതേ തീരെ തന്നെ. സ്നേഹം ഉള്ളിടത്തെ വഴക്കുണ്ടാവും. എന്നാലും ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? ഇനി ആകെ ചമ്മലായിരിക്കും. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? നീ അവളോട് ഈ കാര്യം സത്യമാണോന്നൊന്ന് ചോദിക്കുമോ? എനിക്ക് ഈ ഡൗട്ടും വെച്ചുകൊണ്ട് ഇനി നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? ബോയ്സ് ആരില്ലാത്തപ്പോൾ ചോദിച്ചാൽ മതി. ചോദിക്കാം. എന്തുവാടേ ഇത്? കഴിച്ചു കഴിഞ്ഞില്ലേ? വാ പോവാ. എടാ ഇത് പിന്നെ ആരെടുക്കും? ഓ ഞാൻ വരടേ, നിൽക്കി. ചരു, നിനക്ക് ജീവനോട് എന്തെങ്കിലും ഉണ്ടോ? എന്ത്? അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടമാണെന്നാണോ? ആണെങ്കിൽ തന്നെ നിനക്കെന്താ? അത് നീ എന്തിനത്ര ചൂടാവുന്നേ? ഞാൻ അവനെ നോക്കൂ, നോക്കാണ്ടിരിക്കോ, എന്ത് വേണേ ചെയ്യും. അതൊക്കെ ചോദിക്കാൻ നീ ആരാ? നീ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അല്ലാണ്ട് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. ജസ്റ്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്.
എന്താ നിങ്ങളുടെ പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമോ? ഞാൻ പറയാം, എനിക്ക് ജീവനോട് പ്രേമാണ്. അതൊക്കെ സഹിക്കുന്നില്ല. അത് ചോദിക്കാൻ വേണ്ടി വന്നതാ. ദേ വെറുതെ അനാവശ്യം പറയരുത്. ആവശ്യമില്ലാത്ത പറഞ്ഞ നീയല്ലേ? നീ അവൻ്റെ പുറകെ നടക്കുന്ന കാര്യം സത്യമാണ്. അത് നിനക്ക് മാത്രമല്ലേ തോന്നിയിട്ടുള്ളൂ? എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആര്യ അവിടെ? നിർത്തിക്കേ. എടി, നിനക്ക് നാണമുണ്ടോ? സ്വന്തം കാര്യം നോക്കിയാൽ പോരെ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ കയറി ഇടപെടുന്നത്? ചുമ്മാ മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ. എന്താണ് ഇത് അവൻ്റെ അവളുടെയും കാര്യമല്ലേ? നിനക്കിത് നിനക്കൊന്നും പറയാനില്ലേ? ശരിയാ, ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയി. പക്ഷേ ജീവൻ പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. സോറി ഡി. പോട്ടേട്ടോ. ബർത്ത്ഡേക്ക് നിന്നെ പറ്റിക്കാന്ന് ഡ്രാമ കളിച്ചതാ. ഡയറക്ടർ വേറെ ആരും അല്ല, നിന്റെ ഈ ബെസ്റ്റ് ഫ്രണ്ടാ. പട്ടി. ഡാ, അവൾ എന്നെ നോക്കുന്ന കാര്യം എനിക്ക് നേരത്തെ തൊട്ട് തന്നെ അറിയാം. റൊമാൻസ് ആണോ? ഈ വന്ന വെള്ളിയാഴ്ച നമ്മുടെ ഷെർലിയുടെ ബർത്ത്ഡേ. അതിനുള്ള ചെറിയൊരു പണിയാണ്. മനസ്സിലായില്ലല്ലോ. ചാരു എന്നെ നോക്കുന്ന കാര്യം ആര്യ ഷെർലിയോട് പറയും. ഷെർലി പിന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങും ചാരു എന്നെ നോക്കണമെന്നുണ്ടോ. അങ്ങനെ ചാരുവിന് എന്നോട് പ്രേമാണെന്ന് അപർണ ഷെർലിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. എൻ്റെ കാര്യം ആയതുകൊണ്ട് അവൾ എന്നോടൊന്ന് എന്തായാലും പറയും. അപ്പം ഞാൻ പറയുന്നത് സത്യമാണെന്ന് ചെന്ന് അന്വേഷിക്കും. അവൾ ചാരുവിനോട് ചോദിക്കും. ചാരു സീനാക്കും. അവസാനം ഷെർലി ചാരുവിനെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയെന്ന്. ഷെർലി കരയുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി സർപ്രൈസ് കൊടുക്കും. അതാണ് സീൻ. ഡാ, നിന്നെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇതുവല്ലോ നടക്കൂ? അശ്വിൻ, എനിക്ക് വിഷമമാടി. പോടാ പട്ടി. എന്താ ഇവിടെ? ഒന്നുമില്ല ടീച്ചറെ, ഷെർലിയുടെ ബർത്ത്ഡേയാ. ഞാനല്ലിത്. പിടിക്കണേ. എന്നാലും നിന്റെ അഭിനയം ഒരു രക്ഷയില്ല. നിനക്കൊല്ല സിനിമയിൽ അഭിനയിച്ചൂടെ? അത് അഭിനയാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാളാക്കാൻ നിൽക്കണ്ട. കാര്യം മനസ്സിലായില്ലേ? അത്രയോ.